ഞാൻ ഒരു സമയത്ത് അത് മറച്ചു വെച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ വേറെ ആരും അറിയരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. പിന്നീടുള്ള ലൈഫ് എന്ന് പറയുന്നത് പരമാവധി പറഞ്ഞ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാനും ക്ലാസ് റൂമുകളിൽ സംസാരിക്കാതിരിക്കാനും ഒക്കെയുള്ളൊരു ഒരു ഒളിച്ചോട്ടം പോലത്തെ ലൈഫായിരുന്നു പറയാൻ. ലൈഫിൽ എങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒതുങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാതെ, അല്ലെ? ആ ഒരു ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായി പോയി. പിന്നീട് അങ്ങനെ സംസാരം ഇല്ലായ്മയായിരുന്നു എന്റെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ പിന്നീട് സംസാരം കൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് അതിൽ അങ്ങോട്ട് ഞാൻ മാറി. അത് ഞാൻ എൻ്റെ ഫിയറിനെ, എൻ്റെ പേടിയെ ഞാൻ പേടിക്കുന്നതിനും കൂടുതൽ ചെയ്തുകൊണ്ട് വന്ന ഒരു മാറ്റം തന്നെയാണ്. എനിക്ക് ഓർമ്മ വന്നത് ഒരു സിനിമയാണ് ജയസൂര്യയുടെ സുദീപാൽമീകം എന്ന് പറഞ്ഞ സിനിമ. ഇപ്പൊ ചോദിക്കുമ്പോഴും എനിക്ക് പഴയൊരു ഓർമ്മ വരുന്നു. ആ സിനിമ കണ്ട സമയത്തും ഇത് ഞാൻ പോലെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പാരന്റ്സിന്റെ വിചാരം ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനല്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇവര് പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ, പഠിച്ച ജോലി കിട്ടും എന്നുള്ളത് ഇവർക്കൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ജോലി കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ചേട്ടൻ്റെ കൂട്ടുകാരും എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ഇഷ്ടം നമ്മൾ കളിയാക്കും. അത് ഈ പറയുന്ന ബുക്ക് അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നത്. ആദ്യമൊക്കെ ജസ്റ്റ് തമാശ പോലെ ആയിരുന്നു ഞാൻ ആ ഒരു കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്ക് റിപ്പീറ്റേഷനായിട്ട് ആ ഒരു കളിയാക്കൽ എനിക്കത് ഭയങ്കര ഒരു ഇൻസൾട്ടായിട്ട് വന്നു. ആ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നിന്ന് മാറി പിന്നീട് ഒരു കമ്പനി വർക്ക് ചെയ്ത് 3 ഇയറോളം വേറൊരു കമ്പനി വർക്ക് ചെയ്ത്. പക്ഷെ അവിടെ ഒരു ഗ്രോത്ത് ഉള്ള കമ്പനി ആയിരുന്നില്ല. പിന്നെ അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു HR കൺസൾട്ടൻസി തുടങ്ങാന്നുള്ളൊരു പ്ലാൻ ഇട്ടത്. അവിടെ നിന്നാണ് പിന്നെ അസ്പെയർ കേരള തുടങ്ങിയത്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇന്ന് എന്നോടൊപ്പം മിസ്റ്റർ ധനോജ്. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നല്ലോ? സുഖമായിട്ടിരിക്കുന്നു. ധനോജിനെ നമുക്ക് നമ്മുടെ മൈൽസ്റ്റോൺ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തണം. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, സംതിങ് സ്പെഷ്യലിൽ വന്നിരിക്കുന്ന ഗസ്റ്റുകൾ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും അവർ കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഒരു സീറ്റിലേക്ക് വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അസ്പെയർ കേരള എന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടർ, CEO, അതിന്റെ എല്ലാമായ മിസ്റ്റർ ധനോജ്, അദ്ദേഹം എങ്ങനെയാണ്, എവിടുന്നാണ് സ്പെഷ്യൽ ആയത്? എന്നെ സ്പെഷ്യലാക്കുന്ന ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് സ്പെഷ്യലാണോ എനിക്കറിയില്ല. കാരണം വെച്ചാൽ ആക്ച്വലി ഞാൻ ഒരു സമയത്ത് അത് മറച്ചു വെച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ വേറെ ആരും അറിയരുത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതായിരിക്കും മാഡം സ്പെഷ്യൽ എന്ന് ഉദ്ദേശിച്ചത്? ഇല്ല, അല്ല, അങ്ങനെയല്ല. അതെന്താണ് അക്കാര്യം ഉദ്ദേശിച്ചത്? സ്റ്റാമറിംഗ് ആണോ? ഓക്കെ, എന്നാൽ നമുക്ക് ഇവർക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന പോലെ, അതായത് ധനൂജിന്റെ ഈ ഒരു യാത്ര സാധാരണ ഒരു മനുഷ്യൻ ആഗ്രഹിച്ച് പെട്ടെന്ന് ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി എന്ന് പറയുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നില്ല. ആ യാത്രയിൽ ഇദ്ദേഹം അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളിൽ അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് ധനൂജിന് വിക്ക് ഉണ്ടായിരുന്നു, സ്റ്റാമറിംഗ്. അത് ജന്മന ഉണ്ടായിരുന്ന ഒരു ഡിസബിലിറ്റി ആയിരുന്നില്ല, അല്ലേ? കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത് വന്നത്. അത് വരാനുള്ള അത് എങ്ങനെയാ വന്നത്, എപ്പോ വന്നത്? അത് ആക്ച്വലി എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അത് 5ലും 6ലൊക്കെ ഒരു പഠിക്കുന്ന സമയത്താണ് നമ്മൾ ടീച്ചർമാർ പറയുമല്ലോ ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് പെട്ടെന്ന് ടീച്ചർ പറഞ്ഞ സമയത്ത് നമുക്ക് ഒന്നാമത് തന്നെ വെപ്രാളവും പരവേശമൊക്കെ ആയിരിക്കും. അപ്പം അത് പെട്ടെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പം അത് ഞാൻ അപ്പം തന്നെ നല്ല ടെൻഷനും, കൊച്ചാണ്, അപ്പം ആ സമയത്ത് ടെൻഷനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് ബുക്സ് വായിച്ച സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് വായിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ വായിക്കാൻ പറ്റുന്ന ടീച്ചർമാർ ഉൾപ്പെടെ ഒരു ചിരി തുടങ്ങി. അപ്പം നോർമലി നമ്മളൊരു ക്ലാസ്സിൽ ബുക്ക് വായിച്ച് കഴിയുമ്പം ഞാനാണെങ്കിൽ ചിരിക്കും. അപ്പം ആ ചിരി എന്ന് പറയുന്നത് പിന്നീട് ഈ ചിരി, അപ്പോൾ ടീച്ചർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പം ആ എല്ലാവരുടെയും ചിരിയും ആ കളിയാക്കലും എൻ്റെ ഉള്ളിൽ മനസ്സിൽ പതിഞ്ഞെന്ന് പറയാം. അപ്പം ആ മനസ്സിൽ പതിഞ്ഞതാണ് പിന്നീട് ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ഒരു പേടിയും ടെൻഷനും വരാൻ തുടങ്ങി. അത് ആ കൊച്ചുനാളിൽ തൊട്ട് ആ ഒരു മൈൻഡിൽ വന്ന ഒരു മനസ്സിൽ പതിഞ്ഞൊരു സംഭവമാണ്. അപ്പം അങ്ങനെ പിന്നീട് ടീച്ചർമാർ വിളിക്കുമോ അല്ലെങ്കിൽ അറ്റൻഡൻസ് ഒക്കെ പറയുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ടെൻഷനാണ്. നമ്മൾ ഇപ്പം 1 2 3 എന്നായിരിക്കും. അപ്പം
ടു ഒന്നും വന്നില്ലെങ്കിൽ 2 ആബ്സെന്റ് 3 എന്നൊക്കെ പറയണം. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. പിന്നീട് ഈ ഒരു ചെറിയൊരു ചെറിയൊരു തരി നമ്മുടെ ഉള്ളിൽ വീണ് ഇങ്ങനൊരു സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. ഈ സാധനം മനസ്സിൽ കിടന്ന് ഇതൊരു തീപ്പൊരി ഒരു തീ ആകുന്ന പോലെ തന്നെ നമ്മളിൽ അത് പിന്നീട് എന്ത് ചെയ്യും, കൂട്ടുകാരോടെയൊക്കെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാം. ഞാൻ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയതും പിന്നീടുള്ള ലൈഫ് എന്ന് പറയുന്നത് പരമാവധി പറഞ്ഞ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാനും ക്ലാസ് റൂമുകളിൽ സംസാരിക്കാതിരിക്കാനും ഒക്കെയുള്ളൊരു ഒരു ഒളിച്ചോട്ടം പോലത്തെ ലൈഫായിരുന്നു എന്ന് പറയാം. എൻ്റെ 10ാം ക്ലാസ് പ്ലസ് 2 വരെയൊക്കെ ഏകദേശം എന്നെപ്പോലുള്ളവർ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇങ്ങനൊരു ഒളിച്ചോട്ടം പോലത്തെ ലൈഫായിരുന്നു എന്ന് തന്നെ പറയാം. ധനുജ് ഇത് മാറ്റണം അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം എന്ന് തോന്നി ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്തത് എന്നായിരിക്കും? ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഫിസിക്കൽ പ്രോബ്ലമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇത് ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റമാണ്. നമ്മൾ എല്ലാവർക്കും ഒരു ബിലീഫ് സിസ്റ്റം ഉള്ള പോലെ ഫോൾസ് ആയിട്ട് തെറ്റായിട്ടുള്ള വിശ്വാസമാണ്. എനിക്ക് സംസാരിക്കാൻ ഒരു കുഴപ്പവും ഇല്ല, ഞാൻ അടിപൊളി സംസാരിക്കും, തമാശ പറയും, എല്ലാം പറയും. പക്ഷെ ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ കയറിയ മനസ്സ് തട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് എനിക്കുണ്ടായി ഈ പാട്ടാണെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് സ്റ്റേജ് ഫിയർ ആയിട്ടായിരിക്കും, ചിലവർക്ക് വേറെ പല പല പ്രശ്നങ്ങളായിരിക്കും. അപ്പം ഈ പറയുന്ന പ്രോബ്ലം എന്ത് ചെയ്തു, അപ്പം ഞാനിത് ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് ആക്ച്വലി ഡോക്ടർ അല്ല, ആക്ച്വലി ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് നമ്മളിൽ ഈ സംസാരത്തിന്റെ വൈകല്യം വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡ് ആവും. അപ്പം അത് സ്പീഡ് കുറയ്ക്കാനും നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അത് എറണാകുളം കടവന്ത്രയിലുള്ള ഷട്ടറിങ് ഫൗണ്ടേഷനാണ്. അപ്പം അവിടെ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അത് ഇപ്പോഴൊന്നും അല്ല, 10 വർഷം മുന്നേ. അപ്പം അറ്റൻഡ് ചെയ്തു. അപ്പം അവിടെ അറ്റൻഡ് ചെയ്തു ശേഷം പ്രോബ്ലം 100% മാറിയെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 50-60% മാറി. അവിടുന്ന് എനിക്ക് മനസ്സിലായത് ഇത് എൻ്റെ പ്രോബ്ലം അല്ല, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പുകമറ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ തെറ്റിദ്ധാരണയാണെന്നുള്ള മനസ്സിലായി. ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതല്ല. ആ സിറ്റുവേഷൻ അത് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കി അത് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ സാധനം വരത്തില്ലായിരുന്നു എന്നൊക്കെ. പിന്നീട് ഞാനത് ഈ പറയുന്ന ഇതിനൊരു കോഴ്സാണ്. അപ്പം അത് 17,500 10 വർഷം മുന്നേ 17,500 എന്ന് പറയുന്നത് എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം നല്ലൊരു എമൗണ്ട് തന്നെയാണ്. അത് ഞങ്ങൾ കുറച്ച് ദാരിദ്ര്യത്തിന്റെ ആ ഒരു സ്റ്റേജിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ വാടക വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷത്തോളം ഞാൻ ആ ഒരു 17,500 വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ പോയി അറ്റൻഡ് ചെയ്ത് ആ സമയത്താണ് ഈ സംഭവം മനസ്സിലായത്. പിന്നീട് സംസാരം സ്ലോ ആക്കാനും കാര്യങ്ങൾ ശ്രമിച്ചു. അത് എനിക്ക് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ പേടിയാണ്. അതായത് മറ്റുള്ളവർ ഈ സംഭവം അറിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത്. അപ്പം പേടിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യണമെന്നുള്ള അത് അവിടുത്തെ സാറ് പറഞ്ഞു തന്നു. ഇത് എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഇൻസൈറ്റ് ആയിരുന്നു അന്ന്. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, സംസാരം പറ്റത്തില്ല എന്നുള്ള ഫീൽഡായിരുന്നു എൻ്റെ. സംസാരം പറ്റാത്ത ഫീൽഡിൽ പോകണം എന്നുള്ളതാണ് ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നത്. ലൈഫിൽ നിന്നും ഒളിച്ചോടാനായിട്ട് അല്ലേ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാതെ ലൈഫിൽ എങ്ങനെയൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒതുങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാതെ അല്ലേ? ആ ഒരു ഫേസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലായി പോയി. പിന്നീട് അല്ല, അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പായിരുന്നു. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാം വർക്ക് ചെയ്ത്, സെയിൽസ് വർക്ക് ചെയ്തു, മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 3 വർഷത്തോളം ഡയറക്ട് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് നമ്മള് ഡെയിലി 100 പേരെയൊക്കെ നമ്മൾ ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്യുക, സംസാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ സംസാരമാണ് എൻ്റെ കഴിവെന്നുള്ളത് ഞാൻ അങ്ങനെ സംസാരം ഇല്ലായ്മയായിരുന്നു എൻ്റെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ പിന്നീട് സംസാരം കൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് അങ്ങോട്ട് ഞാൻ മാറി. അത് ഞാൻ എൻ്റെ ഫിയറിനെ, എൻ്റെ പേടിയെ ഞാൻ പേടിക്കുന്ന കാര്യം കൂടുതൽ ചെയ്തുകൊണ്ട് വന്ന ഒരു മാറ്റം തന്നെയാണ്. എത്രയാന്ന് പറഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറവ് നമുക്കുണ്ട് എന്ന് നമുക്ക് അറിയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണേലും ഒരു കോൺഫിഡൻസ് കുറയുക, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടല്ലോ, അപ്പൊ ഞാൻ അവിടെ എത്തിപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കളിയാക്കേണ്ടത് എന്തെങ്കിലും ആവുമോ, മറ്റുള്ളവർ എന്നെ ടീസ് ചെയ്യോ, ഇങ്ങനത്തെ 100,000 ചോദ്യങ്ങൾ നമ്മളെ അലട്ടാം അല്ലെ? ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസിൽ നിന്നുകൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്
ധനുജ് എത്തിയത്, അതെ അതെ. അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടിൽ നിന്നുമൊക്കെ ഒരു തിരിച്ചറിവ് തോന്നി, ഇനി എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങാം, എനിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ധനുജിന് കിട്ടി? അതിനുശേഷമാണല്ലോ താങ്കൾ പുതിയതായിട്ട് ഒരു ബിസിനസ്സിലേക്ക് കടന്നത്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ആ ഒരു ധൈര്യം വന്നതും ആ ഒരു കോൺഫിഡൻസ് വന്നതും? അത് എങ്ങനെയാണ്? ആക്ച്വലി ഈ ധൈര്യം വന്നതല്ല, ആക്ച്വലി മനസ്സിൽ സ്പാർക്ക് വന്നെന്ന് പറയാം. കാരണം ഞാനൊരു ഈ പറഞ്ഞ ഡയറക്റ്റ് മാർക്കറ്റിംഗിലാണ് ഒരു 3 വർഷം വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ മാർക്കറ്റിംഗ് ഫീൽഡിൽ പോയ സമയത്ത് അവിടെ ചെന്ന സമയത്ത് അവര് പറഞ്ഞത് ഒരു 3 മാസം നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാനേജർ ആകാം, ലക്ഷങ്ങൾ സമ്പാദിക്കുക എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു കൺസെന്റ് എന്ന് പറയുന്നത് എനിക്ക് അവിടെ മാർക്കറ്റിങ്ങിനെക്കാട്ടി കൂടുതൽ ഒരുപാട് സംസാരിക്കണം, ആ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇന്റൻഷൻ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു 2 വർഷമൊക്കെ കടന്നുപോയ സമയത്ത് ഇവർ വീട്ടിലോട്ട് വിടത്തില്ല. അപ്പോൾ വീട്ടിലോട്ട് വിടാതിരിക്കാനുള്ള റീസൺ ഉണ്ട്. കാരണം വെച്ചാൽ വീട്ടിൽ പോയാൽ അവർ നെഗറ്റീവ് ആവും. ഇതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബ്രെയിൻ വാഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ചേട്ടൻ്റെ കല്യാണത്തിനാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പോഴേക്കും ഈ ചേട്ടൻ്റെ കൂട്ടുകാരും എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ജസ്റ്റ് നമ്മൾ കളിയാക്കും. അത് ഈ പറയുന്ന ബുക്ക് അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നത്. അപ്പം അന്ന് ആദ്യമൊക്കെ ജസ്റ്റ് തമാശ പോലെയായിരുന്നു ഞാൻ ആ ഒരു കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് നമുക്ക് റിപ്പീറ്റേഷനായിട്ട് ആ ഒരു കളിയാക്കൽ എനിക്കത് ഭയങ്കര ഒരു ഇൻസൾട്ടായിട്ട് വന്നു. മറ്റേ വെള്ള സിനിമയ്ക്കകത്ത് ജയസൂര്യ എടുത്ത് പറയുന്ന പോലെ ഇൻസൾട്ടാണ് മുരളി ഇൻവെസ്റ്റ് എന്ന് പറയുന്ന പോലെ എനിക്ക് ആ ഇൻസൾട്ടാണ് എൻ്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെന്ന് പറയാം. പിന്നീട് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എൻ്റെ ഉള്ളിലേക്ക് എടുത്തെന്ന് പറയാം. കാരണം എനിക്ക് പിന്നീട് ആ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം. ഒരു ജോലിയോ ബിസിനസ് എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു 1 lakhന് അബോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നൊരു ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ വന്നു. അവിടെ നിന്നാണ് ഈ സ്പാർക്ക് വന്നത്. പിന്നീട് നമ്മൾ ഊണും ഉറക്കമൊന്നും ഇല്ലാതെയുള്ള എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ ആ ഡയറക്റ്റ് മാർക്കറ്റിൽ നിന്ന് മാറി പിന്നീടൊരു കമ്പനി വർക്ക് ചെയ്ത് ആ കമ്പനി പോയി. ആ കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 3 year വേറൊരു കമ്പനി വർക്ക് ചെയ്ത്. പക്ഷെ അവിടെ ഒരു ഗ്രോത്ത് ഉള്ള കമ്പനി ആയിരുന്നില്ല. പിന്നെ അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഒരു HR കൺസൾട്ടൻസി തുടങ്ങാന്നുള്ളൊരു പ്ലാൻ ഇട്ടത്. അവിടെ നിന്നാണ് പിന്നെ അസ്പയർ കേരള തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇന്നിപ്പോൾ ജീവിത വിജയം നേടിയെടുത്തിരിക്കുന്ന ധനുജ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെ? അവർക്ക് സ്വന്തം ജീവിതത്തിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ മേൽ പറഞ്ഞ പോലെ കുറച്ച് കോൺഫിഡൻസ് കുറവും ഉണ്ടാവും. അവരുടെ അടുത്ത് ധനുജിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും എന്ത് മെസ്സേജാണ് അവരോട് കൊടുക്കാനുള്ളത്? ഓക്കെ, അപ്പം മെസ്സേജ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അതായത് നമ്മുടെ കഴിവുകേടുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ സ്റ്റട്ടറിങ് ഉള്ള ആൾക്കാർ, വിക്കുള്ള ആൾക്കാരെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അക്സെപ്റ്റ് ചെയ്യുന്ന കാരണമുണ്ട്. കാരണം നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയിലാണ്. കാരണം നമുക്ക് നോർമലി വായിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴോ ചിലപ്പോൾ വരത്തില്ല, ചില സിറ്റുവേഷനിലാണ് നന്നായിട്ട് വരും. അപ്പം ഈ പറയുന്ന കാറ്റഗറി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഒരുപാട് അക്സെപ്റ്റ് ചെയ്യാതിരുന്ന വ്യക്തിയാണ്. കാരണവും ഇതാണ്, നമുക്ക് ഇതൊരു കുറച്ചിൽ പോലെ കണ്ടുകൊണ്ടിരുന്നത്. അത് ഞാൻ പറയുന്നത് ഇപ്പം എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു സമയത്ത് ട്രെയിനിൽ പോയ സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരെ കണ്ട്. അവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു, ഭയങ്കരമായിട്ട് ചിരിയും കളിയും ഡാൻസും പാട്ടൊക്കെ ആയിട്ടിരിക്കുന്നു. പാട്ട് വെച്ച് സംസാരിക്കുന്ന ആൾക്കാർ അപ്പം അവരുടെ രീതിയിൽ. അപ്പം ഞാൻ ആലോചിച്ച് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഇവർ ഇത്രയും ഹാപ്പിനെസ് ആണല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്. അപ്പം പിന്നീട് മനസ്സിലായത് ഇപ്പം ഞാൻ എൻ്റെ കഴിവുകൾ അക്സെപ്റ്റ് ചെയ്തില്ല. അക്സെപ്റ്റ് ചെയ്യാതിരിക്കും തോറും നമ്മുടെ ഈ പ്രശ്നം കൂടിക്കൊണ്ടിരിക്കത്തില്ല. ഒന്ന് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, അതിനൊരു സൊല്യൂഷനുണ്ട്. എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷനുണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്തുക. നമ്മുടെ കഴിവുകേട് തന്നെയാണ് നമ്മുടെ കഴിവായിട്ട് മാറാൻ സഹായിക്കുന്നത്. അപ്പം എനിക്കും ഈ ഒരു പ്രോബ്ലം വന്ന ശേഷമാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായതും മൈൻഡിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായതും പിന്നെ ഈ പറയുന്ന ബിസിനസ്സിലൂടെ കടക്കുന്നതിനൊക്കെ ഒരു മെയിൻ കാരണവും എൻ്റെ കഴിവാക്കി മാറ്റിയത് തന്നെയാണ്. ബ്യൂട്ടിഫുൾ. ഈ ഒരു തിരിച്ചറിവ് സ്വയം തോന്നിയതാണോ ധനുജ്? അത് ആരെങ്കിലും ഇതേപോലെ ധനുജിനെ ട്രെയിൻ ചെയ്താക്കിയെടുത്തതാണോ? അല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഈ മാർക്കറ്റിംഗിൽ നിന്നാണ് എനിക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ നിന്നാണ് എൻ്റെ സംസാര കഴിവിനെ ഡെവലപ്പ് ചെയ്തത്. കാരണം നോർമലി നമ്മുടെ ഫിയറിനെ നമ്മൾ ഫേസ് ചെയ്യുകയാണ്. അത് നോർമലി ഒരു സ്ട്രേഞ്ചറിന് സംസാരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം ആ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ തീരുമാനിച്ച ലോകത്ത് എന്ത് മാറ്റിയെടുക്കുക എന്നുള്ളത്
ബ്യൂട്ടിഫുൾ. നല്ലൊരു കാണുന്ന ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതായിക്കോട്ടെ, ഇത് മാത്രമല്ല എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും ആ പ്രോബ്ലത്തിനെ എങ്ങനെ ടാക്കിൾ ചെയ്ത് നമ്മൾ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിന്റെ കറക്റ്റ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നന്നായിട്ട് ധനുജ് ഇവിടെ പറഞ്ഞു, ഇപ്പൊ മനസ്സിലാക്കി തന്നു. ധനുജ് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഒരു സിനിമയാണ് ജയസൂര്യയുടെ സുധി വാൽമീകം എന്ന് പറഞ്ഞ സിനിമ. അത് കണ്ടിട്ടുണ്ടോ ധനുജ്? അതിനകത്തും ഇത്തരത്തിലുള്ള ഒരു ഫേസിലൂടെ ജേട്ടൻ പോകുന്നുണ്ട്, എന്നിട്ട് ലാസ്റ്റ് സക്സസ്ഫുൾ ആവുന്നതാണല്ലോ ബൈ ട്രെയിനിങ്ങിലൂടെ. ഇത് ആ ഒരു പ്രോബ്ലം മാറ്റിയെടുക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള അന്ന് ആ സിനിമ കണ്ടപ്പോൾ ധനുജിന് എന്താ തോന്നിയത്? ഭയങ്കര ഒരു മോട്ടിവേഷണൽ മൂവി തന്നെയാണല്ലോ. അന്ന് എന്ത് ഫീൽ ചെയ്തു അത് കണ്ടപ്പോൾ? സ്വന്തം ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തോ? ആക്ച്വലി ആ സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല വെച്ചാൽ നമ്മൾ ആ തിയേറ്ററിൽ പോയിരുന്ന ശേഷം അത് ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അപ്പം അത് നമ്മുടെ സിറ്റുവേഷനായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കത് ഇപ്പൊ ചോദിക്കുമ്പോഴും എനിക്ക് പഴയൊരു ഓർമ്മ വരുന്നു. എനിക്ക് ചിലപ്പം സംസാരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ആ സിനിമ കണ്ട സമയത്തും ഇത് ഞാൻ പോലെ ആയിട്ട് തോന്നിയിട്ടുണ്ട്, റിലേറ്റ് ആയിട്ടുണ്ട്. എന്നെ കുറെ ഫ്രണ്ട്സും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ആ ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്ത് അതിനെ അതിജീവിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് അസ്പയർ കേരള എന്ന ഒരു ജോബ് കൺസൾട്ടൻസിയുടെ ഉടമയാണ് ഇപ്പൊ ധനുജ്. ഈ ഒരു അസ്പയർ കേരള എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ആസ്പയർ കേരള എന്ന് വെച്ചാൽ, ഞാൻ ആസ്പയർ കേരള തുടങ്ങുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ ഒരു ജോബ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു ജോബ് അന്വേഷിച്ച് കുറെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ ആ നടന്ന സമയത്ത് നമുക്ക് ഒരു എങ്ങനെ ജോബ് കണ്ടെത്താം, ഈ പറയുന്ന ഒരു ജോബിന് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ സംസാരിക്കാം, ഇതൊക്കെ ഓൾറെഡി. പിന്നെ ആ ജോലിക്ക് കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ റിജക്റ്റ് ആകുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ജോബ് നമ്മൾ ആഗ്രഹിക്കുന്ന ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ജോലി അന്വേഷിക്കണമെന്ന് ഞാൻ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കൊടുത്താലെന്നുള്ളൊരു പ്ലാൻ എനിക്ക് ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്ത്. അപ്പൊ ആ സമയത്ത് എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, പക്ഷെ ഈ പറഞ്ഞ സ്പാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ സ്പാർക്ക് എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത്, അത്യാവശ്യം ഈ ബിസിനസ് തുടങ്ങാനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് സ്റ്റൗവിൻ്റെ പോസ്റ്റ് ഒട്ടിക്കാനും അങ്ങനെ പോയാണ് അതിൻ്റെ ഫണ്ട് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇത് തുടങ്ങാനുള്ള റീസൺ, എനിക്ക് ജോലി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും ഞാൻ ഈ പറഞ്ഞ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഒരു പെർഫെക്റ്റ് ജോബ് ആയിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു ഇൻറ്റൻഷൻ അത് സംസാരമായതുകൊണ്ടാണ് അവിടെ ജോലി ചെയ്തത്. അത് ഒരുപാട് പേര് ഇതേപോലെ വന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് തന്നെയാണ് പലരും ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നില്ല. അപ്പം ഈ ഒരു സൊസൈറ്റി വരുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്ന ലെവലിലാണ് ആസ്പയർ കേരള ബിൽഡ് ചെയ്തെടുത്തത്. ഇന്നിപ്പോ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇതിപ്പോ 8ാമത്തെ വർഷം റണ്ണിങ് ആണ്. ഓക്കെ. ഇതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് അപ്പോ ആലപ്പി തന്നെയാണ്, ആലപ്പുഴയിലാണ്. ഓക്കെ. ഒന്നും ഇല്ലാതെ കയ്യിൽ വലിയ സമ്പാദ്യം ഒന്നും ഇല്ലാണ്ടാണ് ബിസിനസ്സിലേക്ക് എത്തിയത്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് തുടങ്ങാൻ എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് ചെറിയ ഒരു ക്യാപിറ്റൽ, ഒരു ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അല്ലേ? അത് 10 രൂപയാണെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തുക അത് എന്തെല്ലാം ചെയ്താണ്, എങ്ങനെയാണ്? നേരത്തെ സാലറികളിൽ നിന്നും പൈസ സൂക്ഷിച്ചു വെച്ചിട്ടാണോ, എങ്ങനെയാണ് ധനുജ് ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യാപിറ്റൽ കണ്ടെത്തിയത്? ഓക്കെ. ഇപ്പോൾ നമുക്ക് ബിസിനസ്സിനകത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന് ഫണ്ട്, ഫിനാൻസ്, അതുപോലെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, പിന്നെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ മാൻ പവർ. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതാണ് ഞാൻ അന്ന് ചിന്തിച്ചത്. അപ്പം എൻ്റെ കയ്യിൽ എന്തുണ്ട്, എൻ്റെ കയ്യിലുള്ളത് ജസ്റ്റ് എഫേർട്ട് മാത്രമാണ്. ഒന്ന് ഈ പറഞ്ഞ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ബേണിംഗ് ഡിസയറും പിന്നെ എൻ്റെ കയ്യിലുള്ള എഫേർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഈ പറയുന്ന എഫേർട്ട് ഇട്ടിട്ട് ഈ ഫണ്ട് റേസ് ചെയ്യണം. അപ്പോൾ ഈ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഫണ്ട് ചെറിയ ഫണ്ടാണ്, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗവിൻ്റെ പോസ്റ്റ് ഒട്ടിക്കാൻ പോയിട്ടുണ്ട്. അത് രാവിലെയും പോവും രാത്രിയും പോവും. അങ്ങനെ ഒരു ഫണ്ട് കണ്ടെത്തി. പിന്നെ ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു ഓഫീസ് സ്പേസ് കിട്ടിയതാണ്. അപ്പം അന്ന് അഡ്വാൻസ് കൊടുക്കാതെ തരാമെന്ന് എനിക്ക് പറഞ്ഞു. പിന്നെ അവരുടെ ഒരു ഓഫീസ് ടേബിളും കസേരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഓഫീസ് സ്പേസ് അങ്ങനെ കിട്ടി. പിന്നെ അങ്ങനെയാണ് ചെറിയ രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെയാണ് ഞാൻ ഫണ്ട് റേസ് ചെയ്യുന്നത് പറയാൻ. പിന്നെ അവരുടെ ഈ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു, ആ പ്രൊഡക്ട്സ് ഞാൻ കൊണ്ട് സെയിൽ ചെയ്തു. അങ്ങനെയൊക്കെ ചെറിയ രീതിയിലാണ് ചെറിയൊരു ഫണ്ട് കണ്ടെത്തി
ബിസിനസ് തുടങ്ങിയത്. ഓക്കെ. ഇന്നിപ്പോ പല ജോലി വേണം അല്ലെങ്കിൽ ജോലി നോക്കുന്ന ആൾക്കാരെ സഹായിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അസ്പയർ കേരളയുടെ മെയിൻ ലക്ഷ്യം അല്ലെ? അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ഇന്നിപ്പോ ജോലി ഇപ്പം ഒരാൾ പഠിച്ചിറങ്ങി, ഒരു കുട്ടി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് തന്നെ ഒരു സൈഡിലുണ്ട്. അതല്ലാത്ത പക്ഷമാണെങ്കിലും അവർക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നേരിട്ട് അവർക്ക് വേണമെങ്കിൽ CV കമ്പനിക്ക് അയക്കാം. അങ്ങനത്തെ പല ഓപ്ഷൻസും നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിച്ചിറങ്ങിന്ന് ജോലി നോക്കുന്ന ഒരാള് എന്തുകൊണ്ട് അസ്പയർ കേരളയിൽ എത്തണം? ഓക്കെ, ആസ്പയർ കേരള എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജോബ് സീക്കറിനെ സംബന്ധിച്ചിട്ട് ഒരാൾ പഠിച്ചിറങ്ങുമ്പോഴാണ് അവൻ എന്ത് ജോലി വേണമെന്നുള്ളത് അവൻ ചിന്തിക്കുന്നത്. പലപ്പോഴും ഈ പറയുന്ന ഫ്രണ്ട്സ് പഠിക്കാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയുന്നു, ആ ഒരു രീതിയിലാണ് മിക്കവരും പഠിക്കാൻ പോകുന്നത്. ഈ പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങുമ്പോഴാണ് ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർക്ക് ജോലി അന്വേഷിക്കുന്നത്. എന്ത് ജോലി വേണമെന്ന് ചിലപ്പം ഐഡിയാസ് കാണത്തില്ല. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും, ഇപ്പൊ ഇവരുടെ കയ്യിലാണ് ചിലപ്പോൾ ഒരു ഐഫോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഡൂക്ക് ബൈക്ക് ആയിരിക്കാം. ഒരുപാട് എന്ത് ചെയ്യും, അവര് ലോണും EMI ഒക്കെ എടുത്തിട്ട് ഒരുപാട് ഫണ്ട് അവർക്ക് എന്ത് ലോണായിട്ട് കൊടുക്കണമായിരിക്കും. അപ്പൊ ഈ സിറ്റുവേഷനിലാണ് മിക്ക ആൾക്കാരും ജോബ് അന്വേഷിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഡയറക്റ്റ് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും. ചിലപ്പം ഈ പഠിച്ചുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജോലിക്കായിരിക്കും പോകുന്നത്. അപ്പം ഇങ്ങനെ ഇവർക്കൊരു ഡയറക്ഷൻ ഇല്ല. ഒരു ജോലി ഇറങ്ങിയ ഒരാളെ സംബന്ധിച്ച്, പഠിച്ച് ഇറങ്ങിയ ഒരാളെ സംബന്ധിച്ചിട്ട് ഇവരെങ്ങനെ അവൻ്റെ ഡ്രീം ജോബ് കണ്ടെത്തണം എന്നുള്ളതിൽ അവർക്കൊരു ഐഡിയ ഇല്ല. ഒരു ഇന്റർവ്യൂവിൽ ഫേസ് ചെയ്യുകയാണെങ്കിലും അതെങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോബിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ജോബ് കണ്ടെത്താം, ഇതൊക്കെ ഇവർക്കൊരു ഐഡിയ കുറവുണ്ടാവും. കുറച്ച് പേർക്ക് ഒരു ഐഡിയ ഉണ്ടാവും, കുറച്ച് പേർക്ക് ഐഡിയ ഉണ്ടാകത്തില്ല. ഈ ഐഡിയ ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് നമ്മൾക്ക് ഒരു കൺസൾട്ടന്റ്, ഇപ്പം നമുക്കൊരു രോഗം വന്ന് നമുക്ക് രോഗം എന്ത് ചെയ്യും, നമ്മൾ ഡോക്ടറെ കാണാനല്ലേ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ജോലി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് ഇവന് ഈ ഒരു പ്രോബ്ലത്തിന് ഒരു കൺസൾട്ടന്റ് മുഖാന്തരം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇവന് ജോബ് ട്രെയിനിങ്, ഇൻഡോറി ട്രെയിനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ജോബ്സിന്റെ ഒരുപാട് ബൾക്കായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഒരാൾ ഡയറക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ. നമ്മൾ വഴിയാണ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി. അതിൽ നിന്ന് ഇവർക്ക് പറ്റിയത് സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ക്ലയൻസിനെ ട്രീറ്റ് ചെയ്യും അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നിങ്ങളിപ്പോ ഒരാൾ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ സീക്ക് ചെയ്യാണ്, എനിക്കൊരു ജോലിക്ക് വേണ്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വിത്തിൻ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്താണോ, അതോ കേരളത്തിനുള്ളിൽ നിന്നാണോ, അതോ വിദേശത്തേക്കും നിങ്ങൾക്ക് ഉണ്ടോ? എങ്ങനെയാണ്? നമ്മൾ കേരളത്തിനുള്ളിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ അവർ റിക്വയർമെന്റ് ആണ്. ഇപ്പം ഒരു ജോബ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ടാവും, അവർക്ക് സാലറി പാക്കേജ് ഉണ്ടാവും, അവർക്ക് ജോബ് റോൾ ഉണ്ടാവും, അവരുടെ ജോബ് ടൈം ഉണ്ടാവും, അവരുടെ ഒരു കംഫർട്ടായിട്ടുള്ള ജോബ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അങ്ങനെ പല കാറ്റഗറി നോക്കിയിട്ടായിരിക്കും ഒരാൾ എന്ത് ചെയ്യുന്നത്, ജോബ് അന്വേഷിക്കുന്നത്. അപ്പൊ ഈ ജോബ് അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അവന് ജോബ് കണ്ടെത്താനുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് നമ്മൾ കൺസൾട്ടന്റ് വഴിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ രോഗം ചികിത്സിച്ച് മാറ്റാം. എനിക്കൊരു രോഗം വന്ന് വേണമെങ്കിൽ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, യൂട്യൂബ് വഴിയും ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ മെഡിസിൻസ് പോയി മേടിച്ച് മാറ്റാം. അപ്പം അതൊരു രീതി. അതുപോലെ ഒരു കൺസൾട്ടന്റ് മുഖാന്തരം ഇപ്പോൾ ഒരാൾ ജോലി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇവന് എന്ത് ജോബാണ് എല്ലാം, ഒരു ഡോക്ടറെ പോലെ തന്നെ ഈ ഡോക്ടറിന്റെ മരുന്ന് പോലെയാണ് നമ്മുടെ വേക്കൻസി. അപ്പം നമുക്ക് ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും. ഇവർക്ക് പറ്റിയ വേക്കൻസി മാത്രമേ എടുത്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന എല്ലാ മരുന്നും കൂടെ ഡോക്ടർ എഴുതുന്നില്ലല്ലോ, അവർക്ക് പറ്റിയത്. അപ്പൊ അതുപോലെ കൺസൾട്ടന്റ് വഴി നോക്കുമ്പോൾ ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു 90% മാച്ചിങ് ആയുള്ള ജോബ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ക്ലയന്റിന്റെ കഴിവ്, അവരുടെ പ്രൊഫൈല് നോക്കി അവരുടെ ബയോഡേറ്റ നിങ്ങളുടെ കൺസൾട്ടന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി ഇവർക്ക് എന്താണ് ഇവരുടെ പാഷനും ഇവരുടെ ബയോഡേറ്റകൾ നോക്കിയിട്ട് ഇവർക്ക് സൂട്ട് ചെയ്യുന്ന കറക്റ്റ് ജോലി എന്താണ് എന്നുള്ള ഒരു സജഷൻസും കൂടെ കൊടുത്തോണ്ട് ആ മേഖലയിലേക്ക് നിങ്ങളുടെ കൺസൾട്ടന്റ് ഇവരാരാണോ പേഴ്സണെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഇവിടെ ഇപ്പൊ നിലവിലുള്ളത് നമ്മുടെ ആലപ്പി സൈഡിലുള്ളവർ മാത്രം എന്നാണോ? എങ്ങനെയാണ് ഇപ്പൊ പുറത്തുനിന്നുള്ളവരാണെങ്കിൽ പോലും, കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡ് കണ്ണൂരുള്ളവരായിക്കോട്ടെ, എങ്ങനെ അവർ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് കോൺടാക്ട് നമ്പർ ഉണ്ട്, അത് വെച്ചിട്ടാണ് കൂടുതലും വാട്സാപ്പ് CV അയച്ചു വരും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആണ് വരുന്നത്. അപ്പൊ ആരാണെങ്കിലും ഇപ്പൊ ഈ ആസ്പയർ കെയർ
ജനറൽ ഓഫീസ് ആലപ്പി നമുക്ക് മാത്രമേ ഉള്ളൂ? വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേക്കൻസീസ് ഒക്കെ വെബ്സൈറ്റിൽ കൂടെ കാണാൻ പറ്റും, അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുവഴി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. വേറെ ഇതിന്റെ നിങ്ങൾക്ക് ഫ്രാഞ്ചൈസിയോ ബ്രാഞ്ചസോ അങ്ങനെ എന്തെങ്കിലും വേറെ ഉണ്ടോ? നമുക്ക് ആക്ച്വലി 7 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. നമ്മൾ കോവിഡിന് ശേഷമാണ് നമ്മൾ ഹെഡ് ഓഫീസ് കൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് കോവിഡും ശേഷം നമ്മൾ ഒരു 1 ഇയറിന് മേളിൽ നമ്മൾ ഓഫീസുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തന്നെ ഫ്രാഞ്ചൈസി അല്ല, എൻ്റെ ഓഫീസ് തന്നെയായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഫിസിക്കൽ ബ്രാഞ്ച് തുടങ്ങാന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ കോവിഡ് നമുക്കറിയാമല്ലോ, കോവിഡ് ശേഷം നമുക്ക് ഓഫീസുകൾ റൺ ചെയ്യാൻ അത്രയും റെന്റും കാര്യങ്ങളും കൊടുക്കണമായിരുന്നു. എല്ലാവരും ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഒരു പോസിറ്റീവായുള്ള അഡ്വാൻറ്റേജ്, എല്ലാം ഓൺലൈൻ പേയ്മെന്റ് ആയി. അങ്ങനെയാണ് ഞാൻ ഹെഡ് ഓഫീസ് കൺസെപ്റ്റിൽ ആലപ്പുഴ തുമ്പോളി തന്നെ ഞാനത് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് ഹെഡ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് ആ ഹെഡ് ഓഫീസ് ആക്ച്വലി ഇപ്പൊ എല്ലാ ജില്ലകളുടെയും ഓരോ ജില്ലയിലും നമുക്ക് 5 or 6 കൺസൾട്ടന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൺസൾട്ടന്റ് വെച്ചിട്ടാണ് നമ്മളിപ്പം വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നത്. എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പൊ അത് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ കൂടുതലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് ഏത് മേഖലയിൽ ഉള്ള ജോലികളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ റെഡിയാക്കുന്നത്? നമ്മൾ ഏകദേശം ഒരു മന്ത്ലി നമുക്കൊരു 350 മുകളിൽ ജോബ് കൊടുക്കുന്നുണ്ട് ഒരു മാസം തന്നെ. അപ്പം നമ്മൾ കൂടുതലും കൊടുക്കുന്ന നോൺ IT ആയിട്ടുള്ളതാണ്. സെയിൽസ്, ഓഫീസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ്, കളക്ഷൻ, അങ്ങനെ നോർമലി നമ്മുടെ ചുറ്റുപാടും കാണുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ജോബുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ജോബുകളൊക്കെയാണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരന് ഉള്ള ജോബാണ്. നമ്മളൊരു വലിയൊരു പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സാധാരണക്കാരന് ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് അവനൊന്നും അറിയണ്ട, അവന് ജോലി എന്ത് ചെയ്യും, അവൻ ആഗ്രഹിച്ച ജോലി നമ്മൾ കൺസൾട്ടന്റ് ഇവൻ ചെയ്യേണ്ട ആ കാൻഡിഡേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ കൺസൾട്ടന്റ് ചെയ്ത് ഇവരൊന്നും അറിയിക്കാതെ ഡയറക്റ്റ് ജോബ് കൊടുക്കും. അപ്പൊ ഡയറക്റ്റ് ജോബ് നോക്കുന്ന, നേരത്തെ മാഡം ചോദിച്ച പോലെ ഡയറക്റ്റ് ജോബ് നോക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് ഒരുപാട് എന്ത് ചെയ്യും, ജോബ് കണ്ടെത്താനും ഇന്റർവ്യൂവിന് പോകാനും ചിലപ്പോൾ അത് ഫെയിലിയർ ആകാനും അവിടുന്ന് കമ്പനി വിളിക്കുമെന്ന് നോക്കിയിരിക്കാനും ഒക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. ഒരുപാട് ഡ്യൂറേഷൻ, ഒരുപാട് സമയവും ഒരുപാട് പൈസ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇവിടെ നമുക്ക് ആ പൈസയും ഈ എഫേർട്ടും നമ്മൾ എന്ത് ചെയ്യും, കൺസൾട്ടന്റ് എടുത്ത് ഇവർക്ക് വളരെ ഈസി ആയിട്ട് ജോബ് കണ്ടെത്താൻ ആസ്പെർക്കുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഇവിടെയും ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് പോലും പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത്. ഓക്കെ, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ആൻസേഴ്സ് പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ പാരൻസിന്റെ വിചാരം ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് അവരുടെ ഒരു കൾച്ചറിൽ പഠിച്ച ജോലി കിട്ടുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനല്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന സ്റ്റുഡൻസുകൾ അവരുടെ ഫ്രണ്ട് എന്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ നാട്ടുകാർ പഠിച്ച എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ പാഷൻ അല്ല അവർ ഫോളോ ചെയ്ത് പോകുന്ന. ഇവര് പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ, പഠിച്ച ജോലി കിട്ടും എന്നുള്ളത് ഇവർക്കൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്ത് ജോലി കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആക്ച്വലി ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ, നമ്മൾ 10ാം ക്ലാസ് ബേസിക് വിദ്യാഭ്യാസം 10ാം ക്ലാസ് ആണ്. അത് കഴിയുമ്പോൾ തൊട്ട് തന്നെ ഇവന് ഈ കുട്ടിക്ക് ഒരു കരിയർ കൗൺസിലിംഗ് കൊടുക്കണം. അപ്പൊ ഇവന്റെ ഒരു പാഷൻ കണ്ടെത്തി ആ ഒരു ഫീൽഡിലോട്ട് ആയിരിക്കണം കൊണ്ടുപോകേണ്ട. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ എല്ലാ കമ്പനിക്കാരും ഡിമാൻഡ് ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ അല്ല. അതായത് ഇപ്പം എക്സാമ്പിൾ ഏത് കമ്പനി എടുത്ത് നോക്കിയാലും, ഇപ്പം എൻ്റെ കമ്പനി ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും അവന് വേണ്ടത്, ഇപ്പം എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടൊരു ജോലിക്ക് വേണ്ടിയിട്ട് 2 കാൻഡിഡേറ്റ് പോകുന്നു. ഒന്ന് MCOM കഴിഞ്ഞ്, അതായത് പ്ലസ് ടു കൊമേഴ്സ്, BCom 3 വർഷം കൊമേഴ്സ്, അത് കഴിഞ്ഞ് 2 വർഷം ഈ പറയുന്ന MCOM. ഇത്രയും വർഷം ഒരു കൊമേഴ്സ് പഠിച്ച ഒരാളും, അതുപോലെ ഒരു +2 കഴിഞ്ഞ് ഒരു ടാലിയും 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള, ടാലിയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളും പോകുന്നു. അപ്പൊ ആരെയായിരിക്കും സെലക്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ? അത് ചില കമ്പനിയുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. ചിലര് എക്സ്പീരിയൻസ് ഉള്ള ആളെ തന്നെയായിരിക്കും ചിലർ മിക്കവരും എടുക്കുന്നുണ്ടാവുക. ചില കമ്പനി വന്നിട്ട് ക്വാളിഫിക്കേഷൻ മാത്രം നോക്കിയിട്ട് അവര് ചൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം ചില കമ്പനികൾ ബേസിക് ക്വാളിഫിക്കേഷൻ വെക്കാറുണ്ട്. ഈ ബേസിക് ക്വാളിഫിക്കേഷൻ വെക്കാത്ത ഒരു കമ്പനി ആണെങ്കിൽ കൂടുതലും കമ്പനിക്കാർക്ക് ഗെയിൻ എന്ന് പറയുന്നത്, കമ്പനിക്കാർക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ പറയുന്ന +2 കഴിഞ്ഞ് ഈ ജോബ് ചെയ്യാൻ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും
നോക്കുന്നത്. കാരണം ആ കമ്പനിക്കാരന് വേണ്ടത് എന്താണ്, എൻ്റെ കമ്പനിയിൽ അക്കൗണ്ട് ക്ലിയർ ചെയ്ത് പോകണം, അപ്പോൾ ആ സ്കില്ലാണ് വേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് ആക്ച്വലി സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ ഒരു ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക. കാരണം എന്ത് പഠിച്ചാൽ എന്ത് ജോലി കിട്ടും എന്നുള്ള ക്ലാരിറ്റി മുന്നേ ഉണ്ടാക്കി വെക്കുക. മിക്ക കുട്ടികളും പഠിച്ചു കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എങ്ങനെ ജോബ് കണ്ടെത്താം, ഈ ഒരു കരിയർ പ്ലാനിങ് മിക്കവരുടെയും ഒരു ഇതാണ്. കരിയർ പ്ലാനിങ് അവർ ചെയ്യാറില്ല എന്നുള്ളതാണ്. കാരണം കരിയർ പ്ലാൻ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ടേണിംഗ് പോയിന്റ് ആണ് കരിയർ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള മാരേജ് ആണെങ്കിലും വീട് വെക്കലാണെങ്കിലും സന്തോഷമുള്ള ജീവിതമൊക്കെ വരുന്നത്, പേര് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം മിസ്റ്റർ ധനുഷ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇപ്പോൾ അക്കോർഡിംഗ് ടു യു ശരിക്കും കരിയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് കരിയറിലേക്ക് തിരിയണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് 10ാം ക്ലാസ് 10th കഴിഞ്ഞ ഉടനെ ആ കുട്ടിക്ക് വേണ്ട ഒരു ട്രെയിനിങ് കൊടുക്കുക. എന്തൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ട് മുന്നിൽ, ആ കുട്ടിയുടെ പാഷനും കൂടെ വെച്ചിട്ട് അവിടെ ഒരു ടാലി ചെയ്തുകൊണ്ട് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് നിങ്ങൾ പറഞ്ഞു വന്നത് അല്ലേ? ഓക്കെ, ഈ ആലപ്പി മാത്രമല്ല കേരളം മുഴുവൻ അങ്ങനെ എല്ലാ സ്കൂൾസിലേക്കും തന്നെ എത്തിപ്പെട്ട് അങ്ങനെ കുട്ടികളെ സഹായിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ താങ്കളുടെ മുന്നോട്ടുള്ള ഓരോ ബിസിനസ് കാര്യങ്ങളിലും എല്ലാം എല്ലാവിധ വിജയങ്ങളും നേടാൻ പറ്റട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു മിസ്റ്റർ ധനു. താങ്ക് യു.